ഹലോ. അപ്പോൾ വൈകിട്ട് 5 മണിയായി. അപ്പോൾ ഞാൻ പുറത്ത് ജസ്റ്റ് വന്ന് നോക്കിയപ്പോൾ ചില ചെടികൾ നന്നായിട്ട് വാടി നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കണം. ഇപ്പോൾ നോർവേയിൽ ഭയങ്കര ചൂടാണ്. ഇപ്പോൾ 2-3 ദിവസമായിട്ട് 30-31 ഡിഗ്രി ഒക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ രാവിലെ വെള്ളം കുറച്ച് ഒഴിച്ച് കൊടുത്താലും വൈകുന്നേരം ആകുമ്പോൾ ചില ചെടികളിങ്ങനെ മണ്ണൊക്കെ ഡ്രൈ ആയതുകൊണ്ട് വാടി നിൽക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾക്ക് വീണ്ടും വെള്ളം ഒഴിച്ച് കൊടുക്കേണ്ടി വരും. അപ്പോൾ പല യൂറോപ്യൻ രാജ്യങ്ങളിലും ഇപ്പോൾ ഭയങ്കര ചൂടാണ്. അതായത് ചില രാജ്യങ്ങളിൽ ജർമ്മനിയാണോ ഫ്രാൻസ്, ഇറ്റലി, സ്പെയിനിലൊക്കെ 40 ഡിഗ്രി സെൽഷ്യസിന് മുകളിൽ ടെമ്പറേച്ചർ പോയിട്ടുണ്ട്. അപ്പോൾ എന്താ പറയുക, ഈ ഭയങ്കര ചൂടും അതുപോലെ ഹീറ്റ് വേവ്സൊക്കെ കാരണം കുറേ ആൾക്കാർ ഭയങ്കര ബുദ്ധിമുട്ടിലാണ്. യൂറോപ്പിൽ മൊത്തമായിട്ട് കണക്കെടുത്ത് കഴിഞ്ഞാൽ 10,000-ലധികം പേര് ജൂണിൽ മരിച്ചിട്ടുണ്ടെന്നാണ് കേട്ടത്. അപ്പോൾ എന്താ പറയുക, നമ്മൾ നല്ലോണം വെള്ളം കുടിക്കുക, ഭയങ്കര ചൂടുള്ളപ്പോൾ പുറത്ത് പോകാണ്ടിരിക്കുക, ഇതൊക്കെയാണ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ഈ ബാൽക്കണിയിൽ നമ്മൾ വെക്കുമ്പോൾ ചട്ടിയിലൊക്കെയുള്ള ചെടികൾ വെക്കാം. അപ്പോൾ ഇവർക്ക് ഒരു പരിധിയുണ്ട്, വളരുമ്പോൾ വേരുകളൊക്കെ നിറഞ്ഞിരിക്കും. അപ്പോൾ നമ്മൾ ഇത്തിരി വെള്ളം ഒഴിച്ച് കൊടുത്താലും അവർ മൊത്തം പെട്ടെന്ന് തന്നെ യൂസ് ചെയ്യും. അതുകൊണ്ടാണ് ഈ വൈകുന്നേരം ആകുമ്പോഴേക്കും വെള്ളമില്ലാണ്ട് അവർ വീണ്ടും ഇങ്ങനെ വാടിപ്പോണത്. മണ്ണിൽ വളർത്തണ, അതായത് വെറും മണ്ണിൽ വളർത്തുന്ന ചെടികളാണെങ്കിൽ 1.5 ആടൊക്കെ വെള്ളം ഒഴിച്ച് കൊടുത്താലും കുഴപ്പമില്ല. ഒരു നേരം വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. ഓൾറെഡി ഡ്രെയിനേജ് ഹോളുള്ള ചട്ടി ഉള്ളതുകൊണ്ട് നമ്മൾ കൂടുതൽ വെള്ളം ഒഴിച്ച് കൊടുത്താലും എല്ലാം എന്താ പറയുക, അനാവശ്യമായിട്ടുള്ള വെള്ളമൊക്കെ പുറത്തേക്ക് പോകും. അതുകൊണ്ടാണ് 2 നേരം നമുക്ക് വെള്ളം ഒഴിക്കേണ്ടി വരുന്നത്. എന്നുവെച്ചാൽ ഒട്ടും ഇരിക്കൂലല്ലോ, അതിൽ ഇരിക്കാൻ പാടില്ല ശരിക്കും. ഇപ്പോൾ ഇത്രയും വെയിലും ചൂടുള്ള കാരണം നാട്ടിലിപ്പോൾ ചൂട് നമുക്ക് എങ്ങനെയെങ്കിലുമൊക്കെ സഹിക്കാൻ പറ്റും. പക്ഷെ ഇവിടെ പൊള്ളണ വെയിലായിരിക്കുള്ളൂ. നമ്മൾ ജസ്റ്റ് പുറത്തേക്ക് വന്നാൽ തന്നെ സൺബേൺ കിട്ടും, നമ്മൾക്ക് കൈ ചൊറിയും അങ്ങനെയാണ്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക. താങ്ക് യു.